ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എബ്രായ ലേഖനത്തിലെ ആഹ്വാനങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 2 verse 1. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. Therefore we must pay much closer attention to what we have heard, lest we drift away from it. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പ, അനുഗ്രഹിച്ചവനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എബ്രായ ലേഖനത്തിലെ ആഹ്വാനങ്ങൾ. ഈ ദിവസങ്ങളിൽ എബ്രായ ലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവുകയാണ്. ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കാം. പാപത്തിന്റെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പച്ചവെള്ളം പോലെ പാപത്തെ വലിച്ചു കുടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എബ്രായ ലേഖനം നൽകുന്ന ആഹ്വാനങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ദൈവവചനം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് എബ്രായ ലേഖനം നമുക്ക് തരുന്ന ആഹ്വാനം പാപച്ചതിയിൽ പെടാതിരിക്കുക. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഹീബ്രൂസ് 3:13. But exhort one another every day, as long as it's called today, that none of you may be hardened by the deceitfulness of sin. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പിശാച് ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ലിസൺ ടു ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവശബ്ദത്തോട് കാത് കൂർപ്പിക്കുക. 2 Corinthians 11-ാം അധ്യായം 3-ാം വാക്യം. 2 Corinthians chapter 11 verse 3. But I am afraid that as the serpent deceived Eve by his cunning, your thoughts will be led astray from a sincere and a pure devotion to Christ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വളരെ അനുചിതമായ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും ഹല്ലേലൂയ. സാത്താന്റെ തല കാൽവരിയിൽ തകർത്തെങ്കിലും വാലിപ്പോഴും ചലിക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് 2 കൊറിന്ത്യർ 11:3 സംസാരിച്ചത് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന ആ ഭയത്തിന് ഇന്നും പല ഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട്. അത്തരത്തിലുള്ള ചതിയിൽ വീണുപോകാൻ ഇടയുള്ള സംഭവങ്ങളും സംഭാഷണങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായി ഉണർത്തിക്കുകയാണ്. താൽക്കാലികമായ ചെറിയ സുഖങ്ങൾ തരുന്നതാണ് പാപം, സാത്താൻ. നമ്മുടെ മുൻപിൽ പാപത്തിനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി വയ്ക്കും. സ്തോത്രം. പാപം നിന്റെ വാതിൽപ്പടിയിൽ കിടക്കുന്നതാണ്. എന്നാൽ ഇന്ന് ആ പാവം അവിടുന്ന് എണീറ്റ് പോക്കറ്റിലിരിക്കുകയാണ്. മൊബൈൽ ഫോൺ നന്മയ്ക്കായിട്ട് ഉള്ള ഒരു സാധനമാണ്. പക്ഷേ അത് പലപ്പോഴും പിശാച് നെറ്റിലാണല്ലോ കാര്യങ്ങൾ. ആ നെറ്റിൽ കുടുങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അനുഗ്രഹമാണ്. താൽക്കാലികമായി ചെറിയ സുഖങ്ങൾ തരുന്നതാണ് പാവം, സാത്താൻ. നമ്മുടെ മുൻപിൽ പാപത്തിനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടേയിരിക്കും. ആ കണിയിൽപ്പെട്ടു പോയാൽ ഊരിപ്പോരാൻ സാധ്യമല്ല. പാപത്തിൽ വീണു പോകാതിരിപ്പാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധാത്മാവ് ദൈവം തരുന്ന കുറിവാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. എബ്രായ ലേഖനം 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അധികമായി എത്ര കേട്ടാലും മതിവരാത്ത മാധുര്യമേറുന്ന
തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമേറുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിൽ മാത്രം ഹല്ലേലൂയ ഒരു മടുപ്പ് തോന്നരുത്. സ്തോത്രം. ദൈവവചനം വായിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്, അത് പഠിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്, അത് അനുസരിച്ച് ജീവിക്കുന്നതിൽ ഒട്ടും മടുപ്പുണ്ടാകരുത്. സ്തോത്രം. വചനം ശ്രദ്ധിക്കണം, കേൾക്കണം, ഹൃദയത്തിൽ അത് കരുതി വെക്കണം, പ്രബോധിപ്പിക്കണം. രണ്ടാമത്തെ ആഹ്വാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. എബ്രായ ലേഖനം 3:1 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. Hebrews chapter 3 verse 1, Therefore, holy brothers, you who share in a heavenly calling, consider Jesus, the apostle and high priest of our confession. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്ഥിരീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവേൻ. ഹല്ലേലൂയ. കർത്താവിനെ വെറുതെ നോക്കിയാൽ പോരാ, ശ്രദ്ധിച്ച് നോക്കണം. ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം പോരാ, ശ്രദ്ധിച്ച് കേൾക്കണം. അധികം നല്ലതിനെ വിളമ്പുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് മാതൃകയായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. വേറെ ആരെയും, there is no one except Jesus. യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ റോൾ മോഡൽ. സ്തോത്രം. വേറെ ആരെയും റോൾ മോഡൽ ആക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ഏത് പ്രതിസന്ധികളിലും യേശുവിലേക്ക് മുഖമുയർത്തിയാൽ നാം ഒരിക്കലും ക്ഷീണിക്കുകയില്ല. ഒരിക്കലും ക്ഷീണിക്കുകയില്ല. കാരണം യേശുവും ഇങ്ങനെയുള്ള സകല പരീക്ഷകളും കഷ്ടതകളും സഹിച്ചവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുകയാണ് 12:2-3 വാക്യങ്ങൾ. Hebrews chapter 12 verse 2 and 3. Looking to Jesus, the founder and perfecter of our faith, who for the joy that was set before him endured the cross, despising the shame, and is seated at the right hand of the throne of God. Consider him who endured for sinners such hostility against himself, so that you may not grow weary or faint-hearted. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ജീസസ് ഈസ് ദ ഓൺലി മെഡിറ്റേഷൻ പോയിന്റ്. ഹല്ലേലൂയ. ഈ ചിന്തകളാൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. തുടർന്നും പരിശുദ്ധാത്മാവ് ദൈവം എബ്രായ ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ശ്രദ്ധ വെച്ച് കേൾക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കുന്ന ഹല്ലേലൂയ സ്വർഗീയ മന്ന പെറുക്കിയെടുത്ത് ഹൃദയത്തോട് വെച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാൾക്ക് നാൾ വിശ്വാസത്തിനെ വ്യതിചലിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും പ്രവൃത്തികളും കാണുമ്പോൾ മടുത്തുപോകാതെ കർത്താവിൽ നോക്കി ഓടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശേഷാൽ ഞങ്ങളുടെ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കൃഷിയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കൈയുടെ അധ്വാന ഫലങ്ങൾ അവളെ അനുഗ്രഹിച്ച് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രപ്പ. സ്കൂളും കോളേജിലും പഠിക്കാനായി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവേ ദിവസങ്ങളിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണല്ലോ. കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, കരങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ഭയം വിട്ടുമാറട്ടെ. സകല സാംക്രമിക രോഗങ്ങളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ കർത്താവേ.
അവിടുന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങളുടെ തലമുറകളെ കാക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അമിതമായ ഡ്യൂട്ടി കാരണം കർത്താവെ, ശാരീരിക മാനസികമായി ഡൗൺ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്താൽ, അവിടുത്തെ കരുത്താൽ അവരെ ബലപ്പെടുത്തണമേ കർത്താവെ. അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ കർത്താവെ. പുറമേ നിന്നുള്ള പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ അകമേ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ തിരുസാന്നിധ്യം രുചിച്ചറിഞ്ഞ് മക്കൾ ആരോഗ്യത്തോടെ ഹല്ലേലൂയ അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ മക്കളെ സഹായിക്കണം. ഒരിക്കൽ കൂടി അപ്പാ ഹല്ലേലൂയ സ്തോത്രം. അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നതിനായി നന്ദി. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ ശുശ്രൂഷകളെക്കുറിച്ചും എല്ലാ ദിവസങ്ങളിലും നടന്നു വരുന്ന ആത്മീക കൂട്ടായ്മകളെക്കുറിച്ചും കൂടുതലായിട്ട് അറിയുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ദയവായി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാലും സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി